ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ചെറിയൊരു മൈലേജ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഇത് ഏതാ വണ്ടി എന്ന് വെച്ചാൽ ടാറ്റ ഇൻട്ര V30 AC ആണ്. AC എന്ന് എടുത്തു പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഇൻട്ര സീരീസിൽ തന്നെ V30യിൽ V30 നോർമൽ ഉണ്ട്, V30 AC ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി V30 AC ആയതുകൊണ്ടാണ് AC എന്ന് എടുത്ത് പറഞ്ഞത്. അതുപോലെ നമ്മുടെ റൈഡ് കാര്യങ്ങൾ ഫുൾ AC തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം മൈലേജ് എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1.5 ടൺ ലോഡായിട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം വണ്ടൂരിൽ നിന്ന് നേരെ പോകുന്നത് തലശ്ശേരിക്കാണ്, കണ്ണൂരിലേക്ക്. അവിടെ പോയി ലോഡ് ഇറക്കി കഴിഞ്ഞ ശേഷം വീണ്ടും തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നേ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. തിരിച്ച് ഇതേ പമ്പിൽ വന്ന് വീണ്ടും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടാൻ വേണ്ടി എത്ര രൂപയ്ക്കുള്ള ഡീസൽ ആവശ്യം വന്നു, നമ്മുടെ ഏകദേശം ഒരു മൈലേജാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോസ് ഞാൻ കട്ട് ചെയ്തായിരിക്കും ഇടുന്നത്, കാരണം നമുക്ക് വൺ സൈഡ് തന്നെ ഒരു 4 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് വൈകുന്നേരം ആവാറായി. അപ്പോൾ ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 1.5 ടൺ ലോഡായിട്ട് പോയിട്ട് ആ ലോഡ് ഫുൾ അവിടെ ഇറക്കിയിട്ട് തിരിച്ച് കാലിയായിട്ടായിരിക്കും തിരിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എത്രത്തോളം മൈലേജ് കിട്ടും നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ വണ്ടികൾ ചിലപ്പോൾ പല സമയത്ത് നമ്മൾ പല രീതിക്കായിരിക്കും ലോഡ് കയറ്റും. ചിലപ്പോൾ ഇവിടുന്ന് കാലിയായിട്ട് പോയിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ലോഡ് കയറ്റുന്ന സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ ഇവിടുന്ന് ഫുൾ ലോഡായിട്ട് പോയിട്ട് ഇപ്പോൾ ഞാൻ പോണ പോലെ തന്നെ അവിടെ ഫുൾ ലോഡ് ഇറക്കിയിട്ട് തിരിച്ച് കാലി വരും. ചിലപ്പോൾ തിരിച്ച് കാലി വരുന്ന സമയത്ത് വേറെ എവിടെന്നെങ്കിലും വീണ്ടും ലോഡ് കയറ്റേണ്ടി വരും. അങ്ങനെ പല പല സിറ്റുവേഷൻ നമ്മൾ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു ഏകദേശം ഒരു മൈലേജ് നമുക്ക് എത്രയാണെന്നാണ് അറിയാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയാനാണ്, ഈ വണ്ടി ഏകദേശം 1,26,000 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഈ വണ്ടി ഓടിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ എന്നൊക്കെ പറയാനാണ്, ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. ആ കാര്യത്തിൽ വേറെ എനിക്ക് ഡൗട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ 1.5 ടൺ ലോഡാണെങ്കിൽ 2 ടൺ ലോഡാണെങ്കിൽ പോലും അത്യാവശ്യം വണ്ടി വലിച്ച് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് മേജറായിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് പണികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ പറയാനാണെങ്കിൽ ഗിയർ ബോക്സിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് മാത്രമല്ല, നമ്മുടെ കയ്യിൽ വേറെ വണ്ടികളുണ്ട്. എല്ലാ വണ്ടിക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഇഷ്യൂസാണ്. കാരണം ഫസ്റ്റ് ഇടാൻ നേരത്തെ ചെറിയൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ഇടാൻ നേരത്തുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നോർമലി നമ്മൾ 5th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കും ചെറിയൊരു സ്പീഡ് ബ്രേക്കർ അങ്ങനെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ തന്നെ വണ്ടി ന്യൂട്രലിലേക്ക് ചാടി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് മിക്ക വണ്ടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ തന്നെ ഇരിക്കുന്ന പല വണ്ടിയിലും ഇതേ സെയിം ഇഷ്യൂസ് ഉണ്ട്. പിന്നെ വരുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങിന് ചെറിയൊരു പിടുത്തം നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ ഫുൾ യൂ ടേൺ അടിക്കുന്ന സമയത്തൊക്കെ തിരിച്ച് അതുപോലെ ഫ്ലോയിൽ കറങ്ങി വരാൻ ചിലൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. എഞ്ചിൻ അത്യാവശ്യം നല്ലൊരു എഞ്ചിനായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഈ വണ്ടി തന്നെ 1,26,000 കിലോമീറ്റർ അടുത്ത് ഓടിയൊരു വണ്ടി ആണ്. പക്ഷേ അത് ഓടിക്കുന്നതോടെ നമുക്ക് എഞ്ചിനിൽ നിന്ന് ഓവർ നോയ്സോ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെ യാതൊരു പ്രോബ്ലം നമുക്ക് തോന്നിയിട്ടില്ല. ആ കാര്യത്തിലൊക്കെ വണ്ടി നല്ല ഗുഡാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം എത്രത്തോളം ഏകദേശം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10 to 15 നമുക്ക് പറയാൻ പറ്റും. ബാക്കിയെല്ലാം നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ തിരക്ക് കാര്യങ്ങൾ, റോഡ് മിക്കപ്പോഴും ഗിയർ ഡൗൺ ചെയ്യേണ്ട ഇഷ്യൂ വരാറുണ്ട്. അനാവശ്യമായ ഒരുപാട് ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം വരാറുണ്ട്. നമ്മുടെ റോഡിൻ്റെ സ്ഥിതിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോഡ് സിറ്റുവേഷൻ നമുക്ക് കിട്ടാവുന്ന ഒരു മൈലേജ് നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി ലോഡ് കാര്യങ്ങളൊക്കെ ഫുൾ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വരികയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വിഷ്വൽസ് ഒന്നും അധികം എടുക്കുന്നില്ല, കാരണം ലൈറ്റ് എല്ലാം പോയ സ്ഥിതിക്ക് നമ്മളിനി വീഡിയോ വെറുതെ റെക്കോർഡ് ചെയ്താലും മീറ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങളല്ലാണ്ട് വേറെ ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. അപ്പോൾ കൂടുതൽ കാഴ്ച കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മൈലേജ് എത്രയാണ് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ഫുള്ളാക്കിയ കിലോമീറ്റർ ഞാൻ നോക്കട്ടെ കേട്ടോ. രാവിലെ നമ്മൾ ഫുള്ളാക്കിയത് ഇതാണ് 26,532 നമ്മൾ ഫുള്ളടിച്ച്. 26,532 ഇപ്പോൾ 26,817 ആണല്ലേ. 26,817 മൈനസ് 26,532 അല്ലേ. 26,532 നമ്മൾ 285 കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഓടി. 285 കിലോമീറ്റർ ഓടാൻ വേണ്ടി നമുക്ക് എത്ര ലിറ്റർ ഫ്യൂല് വേണ്ടി വന്ന് നോക്കാം. 19 ലിറ്റർ വേണം, 19.49. അപ്പോൾ നമ്മുടെ ഏകദേശം മൈലേജ് വരുന്നത് 14-നടുത്ത് വരും. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 285 കിലോമീറ്റർ ഓടാൻ വേണ്ടി നമുക്ക് വേണ്ടി വന്ന ഫ്യൂവലിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,858 രൂപ. 2,000 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് വന്നിട്ടുള്ളൂ.
200 സംതിങ് കിലോമീറ്റർ ഓടാൻ വേണ്ടി. 14-നടുത്ത് മൈലേജ് ഉണ്ട്, കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ 1.5 ടണ്ണിൽ ലോഡായിട്ട് നമുക്ക് പോകുമ്പോൾ തിരിച്ച് കാലിയാണെങ്കിലും കുഴപ്പമില്ല. ഒരു 14 അത്യാവശ്യം മോശമില്ലാത്ത മൈലേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഒന്നുള്ളൂ. സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ. അടുത്തൊരു വീഡിയോ, അടുത്തൊരു മൈലേജ് ടെസ്റ്റ് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയും വരാം. സീ യു ബൈ.